ഹായ് ഹലോ ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ രാവിലെ കടയിൽ പോയതാട്ടോ. ഏത്തപ്പഴം വാങ്ങിക്കണമായിരുന്നു, സോപ്പ് പൊടി വാങ്ങിക്കണമായിരുന്നു. അപ്പോൾ ഇതൊക്കെ വാങ്ങിക്കാനായിട്ട് കടയിലോട്ട് പോയതാണ്. രാവിലെയാണെങ്കിൽ ഭയങ്കര മഴക്കോള്. ഇനി ഒരാഴ്ചത്തേക്ക് മഴയെങ്ങാണ്ടാന്നല്ലേ ന്യൂസിൽ പറഞ്ഞത്. ഭയങ്കര മഴക്കോളും മന്ദാരവും. രാത്രി ഫുള്ള് മഴയായിരുന്നു, ഭയങ്കര മഴയായിരുന്നു രാത്രിയിൽ. പിള്ളേരൊക്കെ ഈ മഴയത്ത് കഷ്ടം റോഡിൽ നിൽക്കുന്നു സ്കൂളിൽ പോകാനായിട്ട്. എനിക്കാണെങ്കിൽ പണ്ട് മഴ സമയത്ത് സ്കൂളിൽ പോകുന്നതേ ഇഷ്ടമല്ല. എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് മഴ സമയത്ത് സ്കൂളിൽ പോകുന്നത്. യൂണിഫോമൊക്കെ നനഞ്ഞ് രാവിലത്തെ പീഡ് ചെന്നിരിക്കുമ്പോഴത്തേക്കും എൻ്റെ ദൈവമേ, അതൊരു ഇളുമ്പ് തോന്നി. എനിക്ക് മഴയാകുമ്പോൾ ഇളുമ്പ് തോന്നും. ക്ലാസ്സിൽ കയറി ഇങ്ങനെ എല്ലാവരും കൂടെ നനഞ്ഞ് അവിഞ്ഞിരിക്കുന്നതും പിന്നെ കുടയെല്ലാം കൂടെ നൂത്ത് വെക്കുന്നത് പക്ഷേ രസമാണ്. പക്ഷെ ക്ലാസ്സിലിരുന്നിട്ട് ആ മഴ പെയ്യുന്നെങ്കിലേ നമ്മുടെ ക്ലാസ്സിലൊക്കെ ഇരുട്ടാവും. പിന്നെ എല്ലാവരും അങ്ങ് അലപ്പാ, ചറ പറ. അപ്പോൾ ഓടിട്ട് കെട്ടിടം ആയതുകൊണ്ട് ഞങ്ങളുടെ ചില ക്ലാസ്സൊക്കെ ഓടിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല സൗണ്ടായിരിക്കും, ചറ പറ. അപ്പോൾ ടീച്ചേഴ്സ് പഠിപ്പിക്കത്തില്ല. പിന്നെ മഴയത്ത് ഇങ്ങനെ ഇരുന്ന് അലപ്പും, പിന്നെ എന്തെങ്കിലും കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ മഴ പെയ്യുമ്പോൾ അച്ഛനെയും അമ്മയും കാണാനൊക്കെ തോന്നും കേട്ടോ. അപ്പോൾ അതൊക്കെ ഈ മഴയുടെ ഓർമ്മ. പിന്നെ ഒരു ഓർമ്മയുണ്ട് കേട്ടോ. ഞാൻ കൊച്ചിലെ മഴയത്ത് ഒരു 6 വയസ്സുള്ളപ്പോൾ, 6 വയസ്സാണെങ്കിലും ഞാൻ 4 വയസ്സിൻ്റെ ആളെ കാണത്തുള്ളൂ. ഞാൻ കുഞ്ഞായിരുന്നു. ഞാൻ തോട്ടി മറിഞ്ഞു വീണു, ഒഴുകി അങ്ങ് പോയി. അതും വലിയൊരു കുടയൊക്കെ പിടിച്ചിട്ടാണ് നിന്നെ. ഞാൻ രാവിലെ ആണെങ്കിൽ ട്യൂഷന് പോകുന്ന സമയത്താട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞ കഥയുടെ ബാക്കിയാണ്. അപ്പോൾ രാവിലെയാണോ ഉച്ചയ്ക്കാണോ എപ്പോഴാണെന്ന് എനിക്കറിയത്തില്ല, ട്യൂഷന് പോവുക. അപ്പോൾ തോടിൻ്റെ വരമ്പിൽ കൂടെ ട്യൂഷന് പോകുന്നത്. അന്ന് വലിയൊരു കുടയുണ്ട്. ഈ സാധനം ഇങ്ങനെ കാറ്റടിച്ചപ്പോഴാണെങ്കിൽ ഞാൻ നേരെ തോട്ടിലോട്ട് വീണു. ഭയങ്കര ഒഴുക്കും. എനിക്ക് എവിടെയെങ്കിലും പിടിച്ച് നിൽക്കാൻ പറ്റുമോ? ഞാൻ ഒഴുകി അങ്ങ് താഴോട്ട് പോയി. അപ്പോൾ അക്കരെ ഞങ്ങളുടെ അവിടെ ജമീലാമ്മയെന്ന് പറഞ്ഞൊരു അമ്മ ഉണ്ടായിരുന്നു. അപ്പോൾ ജമീലാമ്മ കണ്ടുകൊണ്ട് ജമീലാമ്മ ഓടി വന്ന് പിടിച്ച് കയറ്റി. ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഇരുന്ന് വ്ളോഗ് എടുക്കത്തില്ലായിരുന്നു, ഞാൻ എന്തേ തീർന്നേനെ. അപ്പോൾ രാവിലെ ഞാനൊരു ഏത്തപ്പഴം കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എനിക്കാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് ദിവസം കൊണ്ട് നല്ല തലവേദനയുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട്. അപ്പോൾ ഒരു ഏത്തപ്പഴമൊക്കെ കഴിച്ചിട്ട് കറിക്കാവൊക്കെ തൂത്തിട്ട് തുണിയൊക്കെ കഴുകാമെന്ന് വിചാരിച്ചു. പക്ഷേ തുണി കഴുകിയാൽ ഈ മഴ സമയത്ത് ഏറ്റവും വിഷയം എന്ന് പറഞ്ഞാലേ തുണി ഉണക്കുന്നത്. ഭയങ്കര വിഷയം തുണി ഉണക്കാനായിട്ട്. ഓൾറെഡി കഴുകിയിട്ടിട്ടുള്ള സെക്ഷൻ ഇതുവരെ ഉണങ്ങിയിട്ടില്ല. ഇനി അടുത്തേം കൂടെ കഴുകിയിട്ടാൽ അവിടെ ഫില്ലാകും. പിന്നെ ഇടാനും സ്ഥലമില്ല, ഉണങ്ങത്തതുമില്ല. മഴ സമയത്ത് ഏറ്റവും വലിയ വിഷയം കേട്ടോ തുണി ഉണക്കുന്നത്. പിന്നെ ഈ മഴ സമയത്ത് തുണി ഉണങ്ങിക്കഴിഞ്ഞാൽ ഒരു വെയിൽ കൊണ്ട് ഉണങ്ങിയതിൻ്റെ ഒരു സ്മെല്ലും സുഖമൊന്നും കാണത്തില്ല. അപ്പോൾ രാവിലെ ഇതൊക്കെയാണ് പരിപാടി. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ കടയിൽ പോകും. ഞാൻ ഇങ്ങനെ ഏത്തപ്പഴം തിന്നുകൊണ്ടിരുന്നപ്പോഴേ എനിക്ക് ഏത്തപ്പഴത്തിൽ നിന്നൊരു അരി കിട്ടി, വലിയൊരു അരി. ഇത് പണ്ടൊട്ടേ കിട്ടുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം, ഇത് ഒരു അത്ഭുതമാണ്. അയ്യോ, ഇത്രയും വലിയ അരിയോ എന്ന്. അപ്പോൾ ഈ അരി നട്ടാൽ കിളിക്കുമോ നിങ്ങൾ പറയും? ഈ അരി നട്ടാൽ കിളിക്കുമോ ഇല്ലയോ നിങ്ങൾ പറയണേ. നല്ല രസമുണ്ട് ഈ അരി കാണാനായിട്ട്. എനിക്ക് ചില സമയമൊക്കെ ഏത്തപ്പഴത്തിൽ നിന്ന് അരി കിട്ടും. ഞാൻ അപ്പോൾ ഇതിനിങ്ങനെ പൊട്ടിക്കുമ്പോൾ അകത്ത് വൈറ്റ് ആയിരിക്കുമേ. അങ്ങനെ മേളിൽ നിന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഈ പോച്ചയൊക്കെ പറിച്ച് കളയാൻ കേട്ടോ. ചിലപ്പോഴൊക്കെ ഇതൊക്കെ വിചാരിക്കാറുള്ളേ. ഞാൻ പോച്ച പറിക്കുക. സൗണ്ട് കൊടുത്തോളാം. ഞാൻ പോച്ച പറിക്കുക കേട്ടോ. എനിക്ക് ചിലപ്പോഴേ ഇതൊക്കെ തോന്നാറുള്ളൂ, തോന്നുമ്പോൾ ചെയ്യും. ഞാനൊരു മലയാളി, മണ്ണിൻ കൂട്ടാളി, എന്നെ എടുക്കാത്ത ഞാൻ പോച്ച പറിക്കുന്ന ഞാൻ പോച്ച പറിക്കുവാണേ. നമ്മുടെ നാരങ്ങയല്ല, ഓറഞ്ചാ, ഒരു കുഞ്ഞു ഓറഞ്ച്. ഇതേണ്ടൊരെണ്ണം പഴുത്ത് കിടപ്പുണ്ട്, നമുക്കത് പറിക്കാം. ഒരെണ്ണം പഴുത്ത് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഭയങ്കര പുളിയായി ഇതിന്, ഈ സംഭവത്തിന്. ഫ്രഷ് ആയിട്ട് പറിച്ചെടുത്ത സാധനമാണ്. അപ്പോൾ നമുക്കിത് കഴുകിയിട്ട് ഞാൻ നിങ്ങളെ പൊളിച്ച് കാണിക്കാം. അപ്പോൾ ഇതേണ്ട പറിച്ചെടുത്ത് നമുക്ക് പൊളിക്കാം. അതിൻ്റെ കൈയുടെ ഇടയിലെല്ലാം ഇതുണ്ട്, മണ്ണുണ്ട്, അത് സാരമില്ല. നമുക്കിനി പൊളിച്ച്. ഭയങ്കര മണം കേട്ടോ നാരങ്ങയുടെ. നമുക്ക് പൊളിക്കാമേ. എൻ്റെ മുഖം കൂടെ കാണിക്കും. ഞാനല്ലേ പൊളിക്കുന്നത് കാണിക്കാതെ. എൻ്റെ കയ്യിലെല്ലാം മണ്ണ. അതായത് കുഞ്ഞതള. ഇനി ഇത് ഇങ്ങനെ എടുത്ത് ഇതുണ്ടോ, ഇങ്ങനെയേ ഉള്ളൂ, പീക്കാണ്ടിയതള. കഴിച്ചു നോക്കാം. കൊതി വരുന്നു. മണമൊക്കെ അടിക്കുമ്പോഴേ ഓറഞ്ചിൻ്റെയും ഒരു ഭയങ്കര പുളിയായിരിക്കും. കഴിച്ചു നോക്കാമേ. ഇത്ര ഉള്ള അല്ലി, കുഞ്ഞാണ്ടി അല്ലി. ഭയങ്കര ഭയങ്കര പുളിയാച്ച. നീ കഴിച്ചു നോക്ക്, ഞാൻ നിന്റെ എടുക്കാം. എനിക്ക് വേണ്ട, നിന്റെ എടുക്കാം. ഏട്ടായിക്ക് കൊടുക്കാം. ഒന്ന് കഴിച്ചു നോക്കി അല്ലി. കഴിക്കേ. ഇവര് വിചാരിക്കും ഞാൻ അഭിനയിച്ചാണെന്ന്.
ഒരു കുഴപ്പമില്ല. നീ അത് വിഴുങ്ങി ഉള്ള എക്സ്പ്രഷൻ ഉള്ള പോലെ ഇടുവച്ചേ അഭിനയിക്കാതെ. ഇനി ഞാൻ ഓവറാക്കിന്ന് കാണിക്കാനും വേണ്ടി ഭയങ്കര പുളിയാട്ടോ. ഞങ്ങളൊരു കുഞ്ഞ് റീൽ എടുക്കാൻ പോവാട്ടോ. ചുമ്മാ ഒന്ന് നോക്കോ ഞങ്ങൾക്ക് അഭിനയിക്കാൻ അറിയുമോന്ന്. മെയിൻ റോള് ചെയ്യുന്ന ഞാനാട്ടോ. ആദ്യം ഞാൻ ചേട്ടാട് ചെയ്യാൻ പറഞ്ഞു, ചേട്ടാക്ക് ടഫ് പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ ടഫ് അങ്ങോട്ട് എടുത്തത്. ആരങ്ങോട്ട് ടഫാന്ന് പറഞ്ഞില്ലല്ലോ, നിന്നെ കൊണ്ട് പറ്റുന്നതല്ലേ ഇതൊന്നും. ടഫ് ഞാനാ ചെയ്തിട്ടുള്ളൂ. ഇത് ഞാൻ പറഞ്ഞപ്പോ ഇയാളെ കൊണ്ട് പറ്റത്തില്ല, ഞാൻ അഭിനയിക്കാം. ടഫ് ഞാനേ ചെയ്യൂ, മാസ്റ്റർ റോൾ അപ്പോഴും ഞാനായിരിക്കും. എന്നെ ഇയാളുടെ ഫോൺ ഇയാൾ ഒറ്റയ്ക്കിരുന്നു ചെയ്യും. ടഫ് ഞാൻ അഭിനയിച്ചിട്ട് നീ അഭിനയിക്കാൻ എന്നെ മേല് നോക്കിക്കാതെ എന്തോ പറ്റത്തില്ല. ഇങ്ങോട്ട് വന്ന ഇയാള് വാ പ്ലീസ് വാ. അങ്ങനെ നമ്മള് റീലൊക്കെ എടുക്കാൻ നോക്കിട്ടോ, പക്ഷെ ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല. ഞങ്ങള് ഒരു സെന്റി സാധനമായിരുന്നേ ട്രൈ ചെയ്യാന്ന് വിചാരിച്ചത്. ഒരാളെ ഇങ്ങനെ ഓർക്കുന്നു, അയാൾ പോയി, ആ ഒരു സംഭവം. പക്ഷെ ഞങ്ങളെ രണ്ടിനെയും കൊണ്ട് പറ്റത്തില്ല. ഞങ്ങൾക്ക് അഭിനയിക്കാൻ അറിയത്തില്ലല്ലോ, ഞങ്ങൾക്ക് ചിരിക്കാനല്ലേ അറിയൂ, കളിയാക്കാനല്ലേ അറിയൂ. അപ്പം അത് ഭയങ്കര നമുക്ക് ടഫാണ്. നമ്മൾ ടഫൊന്നും എടുക്കാറില്ല. ലാസ്റ്റ് ഞങ്ങൾ രണ്ടുകൂടെ അടിയായി, അതങ്ങ് നിർത്തി. മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ. അരികിൽ വരുമ്പോൾ ഇളനീർമഴ, ഇതൊക്കെ എനിക്ക് പറ്റും. സത്യം പറഞ്ഞാലേ അത് കുറച്ച് ടഫാ. സത്യം അഭിനയിക്കുന്നവരെയൊക്കെ സമ്മതിച്ചു കൊടുക്കണം കേട്ടോ. സ്പോട്ടിൽ ഇങ്ങനെ ഞൊടിക്കുന്ന ഞൊടിയില്ല അവർക്ക് സങ്കടം വരുന്നേ, ദേഷ്യം വരുന്നേ, വിഷമം വരുന്നേ. അയ്യോ അത് ഭയങ്കര ഇതാ. അത് എത്ര പേരെ മുന്നിൽ വെച്ച്, അതൊക്കെ വലിയ കാര്യം. ഞങ്ങൾ രണ്ടുകൂടി ഇരുന്നിട്ട് തന്നെ ഞങ്ങൾക്ക് അഭിനയിക്കാൻ പറ്റുന്നില്ല. അപ്പോഴാ ഗൈസ് ഞങ്ങൾ വേറെ റീലെടുക്കാൻ പോകട്ടെ. മറ്റേ മെല്ലെ മാറോട് ചേർന്നു നിൽക്കുമ്പോൾ ഉള്ളില നീർമഴ, അതെടുക്കാൻ പോവാ. മഴ പെയ്യുന്നുണ്ട്. ഞങ്ങൾ റീലെടുക്കാൻ ചെന്നപ്പോഴാണെങ്കിൽ മഴ അങ്ങ് തോന്നും. ഭയങ്കര മഴ പെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും മഴയില്ല. പിന്നെ മഴയത്തെ നമുക്ക് ആ റീലെടുക്കാൻ പറ്റും. അത് കണ്ടിട്ടാണ് ചാടി പിടിച്ച് ഇറങ്ങിയത്. പിന്നെ മനസ്സങ്ങ് മടിച്ചു. പിന്നെ ഞാൻ കയറി വന്നിട്ട് എൻ്റെ ഉടുപ്പിട്ട്. പക്ഷേ മറ്റേ ഡ്രസ്സ് കുറച്ച് നനഞ്ഞ കേട്ടോ. പക്ഷെ റീലെടുക്കാൻ പറ്റിയില്ല. അല്ലെങ്കിൽ നമുക്ക് നല്ല എണ്ണമായോണ്ട് എവിടെ ചെന്നാലും. അപ്പോൾ ചേട്ടാ പറഞ്ഞു മനസ്സ് മടിച്ച് ഇനി എടുക്കട്ടത്. അപ്പം നമ്മളെ കടയിലോട്ട് പോവാട്ടോ. ഉച്ചയ്ക്ക് ഒരു കുരു വന്ന് ഞാൻ പൊട്ടിച്ചിട്ട് അതിന്റെ മണ്ടല്ലേ ബെൻസോയിൽ ഫെറോക്സൈഡ് ഇട്ടാൽ മതി. ബെൻസോയിൽ ഫെറോക്സൈഡ് അത് ചെയ്താൽ മതി. അപ്പം അധികം പാടും വരത്തില്ല. അത് പിന്നെ കുറച്ചുകൂടെ ബൾജ് ആവത്തില്ല കേട്ടോ. അപ്പൊ നമ്മൾ ഈ പപ്പടം വാങ്ങിച്ചിട്ട് കടയിലോട്ട് പോവാ. നമ്മുടെ അവിടുത്തെ പിള്ളേരാണേ. പിള്ളേരൊക്കെ ഉച്ചയ്ക്ക് ക്രിസ്മസ് പരീക്ഷ കേട്ടോ. പിള്ളേരൊക്കെ പോകാൻ നിൽക്കുന്നതാണ്. എനിക്ക് ഉച്ചയ്ക്കുള്ള പരീക്ഷ ഇഷ്ടമേ അല്ല, ഉച്ചയ്ക്കുള്ള എക്സാം. കാരണം രാവിലെ ആണെങ്കിൽ നമ്മൾ ആ ഒരു ഇതിന് പോയി എഴുതി ഉച്ചയാകുമ്പോൾ വീട്ടിൽ വന്നാൽ കുറച്ച് നേരം നമുക്ക് മനസമാധാനത്തോടിരിക്കാം. ഇത് വൈകുന്നേരം ആവണം കുറച്ച് മനസമാധാനം കിട്ടാൻ. അതുമല്ല ഉച്ചയ്ക്കത്തെ പരീക്ഷയ്ക്ക് ഒരു 11:30-12 മണി ആകുമ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയേ വേണം. എനിക്കാണെങ്കിൽ കണ്ടുകൂടാ. ഇയാക്കോ അത് നല്ലതാ. അതുകൊണ്ടല്ല 3 മണിക്കൂറായിരുന്നു ബോറടിക്കൂലേ വരുന്നത്. അതെ അത് ശരിയാ. അത്രയും സമയം ബോറടിക്കാന്ന് മേടിക്കാൻ. അല്ലാതെ പരീക്ഷ പേടിയോ അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് എഴുതാറിയാത്ത തന്നെ ഒന്നുമല്ല. എനിക്ക് ഇരുന്ന് അവസാനം ഞങ്ങളെ പക്ഷെ എക്സാമേ ചില ടീച്ചേഴ്സ് നിൽക്കുമ്പം എഴുതി കഴിഞ്ഞാൽ നമ്മുടെ എക്സാം 1 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ അവർ ഇരുത്തൊന്നുമില്ല. നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമ്മളെ തന്നിട്ട് ചിലര് വിടത്തില്ല. പക്ഷെ ഞാനാണെങ്കിൽ എഴുതി കഴിഞ്ഞാൽ പിന്നെ രാവിലെ ഇരിക്കത്തില്ല, കൊടുത്തിട്ടിങ്ങി പോരും. പിന്നെന്തോ വായിച്ച് പിന്നെ ചില സമയം ഞാൻ ഒന്നുകൂടെ എല്ലാം വായിച്ചൊക്കെ ക്ലിയർ ആണോ എന്നൊക്കെ നോക്കും. അത്രയേ ഉള്ളൂ. പിന്നെ ചിലപ്പം ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന ടൈമിൽ എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാം പേപ്പറിലും അണ്ടർലൈൻ ചെയ്യത്തില്ലേ. ഞാൻ ബോട്ടണിയൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് പോയിന്റ് നോക്കിയിട്ടാണ് അവർ മാർക്ക് ഇടുന്നത്. നമ്മൾ എസ് ഒക്കെ എഴുതിയാലും അതിലെ മെയിൻ പോയിന്റ് മാത്രമേ അവർ നോക്കത്തുള്ളൂ. പക്ഷേ വരയ്ക്കാനൊന്നും കാണത്തില്ല പേപ്പറിൽ. ക്വസ്റ്റ്യൻ പേപ്പർ എന്തോ വരയ്ക്കാനല്ലയോ? ഇയാളെന്തോ വരയ്ക്കാനാ ഇമ്പോർട്ടന്റ് പോയിന്റ്. ഞാൻ വരയ്ക്കുമല്ല, ഞാൻ പടം വരയ്ക്കുന്ന കാര്യം പറഞ്ഞത്. ക്വസ്റ്റ്യൻ പേപ്പറിന് സൈഡിലോട്ട് വര അങ്ങോട്ട് തുടങ്ങും. സൂപ്പർമാന്, ഹീമാന്. അതല്ലതാ. അപ്പം നമ്മൾ കടയിലാട്ടോ. ചേട്ടായിക്ക് പച്ചക്കറി വാങ്ങിക്കാൻ പോയി. ഇന്നും മഴയുള്ള ദിവസം. ഒരാഴ്ചത്തേക്ക് മഴ പെയ്യുന്നല്ലേ പറഞ്ഞത്. ഇന്നും ഭയങ്കര മഴയായിരുന്നു. ഞാനിവിടെ ഇങ്ങനെ ഇരുന്നപ്പം ഈ അപ്പുറത്ത് നേരെ കാണുന്ന കാവാട്ടോ, കാവ്. അപ്പം അതിൻ്റെ ഉള്ളിലോട്ടൊരു പൂച്ചക്കുഞ്ഞല്ല, ഒരു വലിയ പൂച്ച ഇറങ്ങി പോകുന്നു. നല്ല വാലുണ്ട്. വാലാണെങ്കിൽ ഭയങ്കര കനം. അതിനെ കിട്ടിയായിരുന്നെങ്കിലേ ഭയങ്കര രസമുള്ളൊരു പൂച്ചക്കുഞ്ഞ്. ഞാൻ കുറച്ച് നേരം അതിൻ്റെ പുറകെ പോയേക്കുമായിരുന്നു വീഡിയോ എടുക്കാൻ. പക്ഷെ കിട്ടിയില്ല. ആള് കാവിൻ്റെ ഉള്ളിലോട്ട് അങ്ങ് കയറിപ്പോയി. ഇവിടെ നിന്ന് വെള്ളമൊക്കെ കുടിച്ച് ഇങ്ങനെ വിളിച്ചു. പക്ഷെ കിട്ടിയില്ല കേട്ടോ.
അപ്പം നമ്മുടെ ഉച്ചയ്ക്കത്തെ തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി വൈകിട്ട് ഇന്ന് രാവിലെ നമുക്ക് തിരക്കുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ ഈ കാണുന്ന സാധനമേ അരിമ്പാറ നമ്മുടെ അവിടെയൊക്കെ പറയുക അരിമ്പാറയിൽ ആസിഡ് തൂക്കാൻ തനി ആസിഡ് ഇല്ലേ, ഷീറ്റ് ഉറ ചെയ്യുന്ന തനി ആസിഡ് തേച്ചാൽ ഇത് പൊഴിഞ്ഞു പോകുമെന്ന്. പണ്ട് എൻ്റെ ഈ കൈ ഫുള്ള് വന്നിട്ടുള്ള ഈ സാധനം. പക്ഷേ ഇപ്പോൾ എൻ്റെ അവിടെ ഇങ്ങനെ അത് ആദ്യം ഒരു പൊട്ടായിട്ട് വന്നത്, ഇതിപ്പോൾ ഇത്രയായി. ഇതിനെ കൊണ്ട് ലേസറൊക്കെ ചെയ്യണേ നല്ല പൈസ ഉണ്ട്. എന്തായാലും വന്നതങ്ങ് പോകും. അതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല, അത് അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ കാണുമ്പോൾ ഒരു ഇത് എങ്കിലും സങ്കടം വിഷമമൊന്നും ഇല്ല കേട്ടോ, അതുണ്ടെന്നൊന്നും പറഞ്ഞു. പക്ഷെ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ആ ഒരു ഇത് തോന്നും. അപ്പോൾ ഉച്ചയ്ക്കത്തെ തിരക്കൊക്കെ കഴിഞ്ഞ് നമ്മളിനി കുറച്ച് കഴിയുമ്പോൾ വീട്ടിലോട്ട് പോകും. നല്ല മഴ വരുന്നു കേട്ടോ, നല്ല മഴ. മൂടാപ്പ് പിടിച്ച് ഇങ്ങനെ ഇരിക്കുക, മൊത്തത്തിൽ ഇന്നൊരു മൂടാപ്പ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ എന്തും അധികമായാൽ നമ്മൾ കുറ്റം പറയത്തില്ലേ, അതേപോലൊരു കാലാവസ്ഥ. വെയിലൊന്നും വന്നിട്ടില്ല. ഏറ്റവും മെയിൻ വിഷയം തുണി ഉണങ്ങുന്നതാണ്. അപ്പുറത്തെ കാവിൽ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുക, നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. തൊട്ടപ്പുറത്ത് കാവ. ചേട്ടയാണെങ്കിൽ കടയിൽ പോയപ്പം നല്ല ചൂട് കപ്പലണ്ടിയും പിന്നെ ക്യാരറ്റ് കടയിൽ ആവശ്യത്തിന് വാങ്ങിച്ചത്. ക്യാരറ്റ് ഞാൻ കൊച്ചിലെ കഴിക്കത്തില്ലായിരുന്നു, പക്ഷെ വളർന്നതിന് ശേഷം എനിക്ക് ക്യാരറ്റ് ഭയങ്കര ഇഷ്ടം. മുട്ട എവിടെ വെച്ചാൽ പൊട്ടത്തില്ലയോ? അപ്പം ഞാൻ ഇപ്പം വരാമേ, മുട്ട പൊട്ടും. അപ്പം ഞാൻ ഒരു ക്യാരറ്റ് കഴിക്കെടുത്ത്. എനിക്കിപ്പോൾ ക്യാരറ്റ് ഇഷ്ടമാണ്. ക്യാരറ്റൊക്കെ കഴിച്ചാലേ നമ്മുടെ മുഖത്തിന് നല്ല ഗ്ലോ ഒക്കെ വരും. ഈ പിമ്പിൾസൊക്കെ ഉള്ളവരാണെങ്കിൽ, അതേപോലെ കുരു വന്ന പാടൊക്കെ, അവർ ഡെയിലി ഒരു ക്യാരറ്റ് കഴിക്കുക. അല്ലെങ്കിൽ മറ്റേ ക്യാരറ്റ് ബീട്രൂട്ടിൻ്റെ ചെവ എനിക്ക് ഇഷ്ടമല്ല, ക്യാരറ്റ് ഇപ്പോൾ ഇഷ്ടമാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പച്ചയ്ക്ക് ക്യാരറ്റ് എടുത്ത് കഴിക്കും. അങ്ങനെ കഴിച്ചപ്പം ഞാൻ 2-3 കപ്പലണ്ടി വായിലിട്ടിട്ട് അതിൻ്റെ കൂടെ ക്യാരറ്റ് കടിച്ചിട്ട് ഒരുമിച്ച് ചവച്ചപ്പം ഭയങ്കര രുചി. ക്യാരറ്റും ചൂട് കപ്പലണ്ടിയോ, മസാല ഒന്നും ഇടാത്ത ക്യാരറ്റും കപ്പലണ്ടിയും കൂടി അടിപൊളി ടേസ്റ്റ് ആട്ടോ. ഞാൻ ഇന്ന് പുതിയതായിട്ട് കണ്ടുപിടിച്ചൊരു സാധനമാണ് ക്യാരറ്റും കപ്പലണ്ടി. അവിടെ സൂപ്പർ ടേസ്റ്റാണ്. 2 കപ്പലണ്ടി കതിക്കുക, ക്യാരറ്റ് കതിക്കണം, അത് കപ്പലണ്ടി കഴിക്കണം. സൂപ്പറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഞാനിപ്പോൾ ട്രൈ ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ക്യാരറ്റ് കഴിക്കാൻ ഇഷ്ടമല്ലാത്തവർ ഇങ്ങനെ ഒന്ന് കഴിച്ചു നോക്കുക, ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ അതാ ഈ വീഡിയോ എടുത്തത്. അങ്ങനെ നമ്മൾ നമ്മുടെ കടയിൽ നിന്ന് ഇറങ്ങി കേട്ടോ, വീട്ടിൽ പോവാം. ഞാൻ പറഞ്ഞില്ലേ ഇപ്പോഴും മഴ പെയ്യും. നല്ല ചൂട് പൊറോട്ട ഉണ്ടായിരുന്നു. ഞാൻ നല്ലൊരു ചൂട് പൊറോട്ട എടുത്ത് കുറച്ച് ചിക്കൻ കറിയും കൂടെ ഒഴിച്ച് അങ്ങോട്ട് കഴിച്ചു. നല്ല മുരിഞ്ഞ പൊറോട്ടയായിരുന്നു. വരുമ്പോൾ നമ്മൾ ലൈവായിട്ട് പൊറോട്ട അടിച്ചു തരും, അതാണ് കഴിക്കാനൊരു രസം. അപ്പൊ അതാണ് കഴിക്കാനൊരു ജിജീഷനാണോ ഒരു രസം. അയ്യോ, അവര് തെക്ക് വടക്ക് ചേച്ചിയാണേലേ, അവര് സൈഡൊന്നും നോക്കുന്നില്ല, അവര് നേരെ ഇങ്ങ് വരുവാ. എന്തോ ഓർത്തോണ്ടെങ്ങാനും വരുവായിരിക്കും. ഇനി എനിക്ക് വിശക്കത്തില്ല കേട്ടോ. ഞാൻ ഒരു പൊറോട്ട കഴിച്ചില്ലെങ്കിൽ ഞാൻ വൈകിട്ട് അവിടെ ചെന്നിട്ട് ഒരു 8 മണിയാകുമ്പോഴത്തേക്ക് ഞാൻ ഇനി ചോറ് കഴിക്കും. പിന്നെ ഈ കൊച്ചു കടയിൽ നിന്ന് എന്തെങ്കിലും എടുത്തോണ്ട് വരും രാത്രി എനിക്ക് കഴിക്കാൻ. ശലഭം പൂവനമായി പൊന്നോലത്തുമ്പി പൂവാലിത്തുമ്പി പാട് ആട് നീ ആടാട്. അമ്മച്ചിയമ്മയ്ക്ക് കഴിക്കാൻ എടുത്തില്ല. ചോറ് വെച്ചിട്ടുണ്ടല്ലോ വീട്ടിൽ. നമ്മൾ നമ്മുടെ പുഴയോരത്തെ പാൽബണി വന്നു കേട്ടോ. ആ പാട്ടൊന്ന് പാടിയേ. അപ്പൊ നമ്മള് തിരിച്ച് നമ്മുടെ വീട്ടിൽ വന്ന് നമ്മുടെ ശംഭ്രുമോളെ കണ്ട ശംഭ്രുകുണ്ടർ ഉണ്ടാണ്ടിയേ. അതൊന്ന് ഓടയാന്നോ, അവൾ ഒതുങ്ങുവായിന്ന്. ഇപ്പൊ അവൾക്ക് സന്തോഷമായി. സന്തോഷം കണ്ട, സന്തോഷം വന്നേ, സന്തോഷം നോടമോച്ച് സന്തോഷം പങ്കുമോളാണ്. അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നോറ എൻ്റെ കൂടെ കയറി വന്നേ കേട്ടോ. കാരണം ഞാൻ വെള്ളം എടുത്തോണ്ട് വന്നപ്പോഴേ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ച്. ഇയാൾ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇയാൾ ഞങ്ങളെ തൂടെ വരത്തുള്ളൂ, കല്ലിപ്പനാരി, അല്ലെങ്കിൽ വരത്തൊന്നുമില്ല പനപ്പെണ്ണാരി. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ. ചില സമയം ഞാൻ വൈൻഡപ്പ് പറയാനായിട്ട് മറന്നു പോകും, അതാ ശരിക്കും നടക്കുന്ന കാര്യം. അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ട് അടിച്ചു പൊളിച്ചിരിക്കുക. ടാറ്റാ.